പി.സി. ജോർജിന്റെ പ്രതികരണം നിയമം പൂർണ്ണമായും പാലിക്കും എന്നുള്ളതായിരുന്നു പി.സി. ജോർജിന്റെ പ്രതികരണം. നമുക്കതൊന്ന് കേൾക്കാമെന്ന് വിചാരിക്കുന്നു. അത് കണ്ടാൽ മനസ്സിലായില്ലേ, കോടതിയിലോട്ട് തന്നെ ഞാൻ പോകുന്നത് നിയമം പാലിക്കുന്നവരാണ്. അത് കണ്ടാൽ മനസ്സിലായില്ലേ, കോടതിയിലോട്ട് തന്നെ ഞാൻ പോകുന്നത് നിയമം പാലിക്കുന്നവരാണ്. എസ് രാഗിനും ശ്യാം പ്രസാദ് ഉത്തമനും വിവരങ്ങളുമായി കോടതിയിൽ നിന്ന് ചേരുന്നുണ്ട്. രാഗിൻ, ഇപ്പോൾ എത്തിയിട്ട് കുറച്ച് മിനിറ്റുകളായിരിക്കുന്നു. എങ്ങനെയാണ് നടപടികൾ പുരോഗമിക്കുന്നത്? പോലീസിന്റെ ഒരു നിലപാട് കൂടി എന്താണ്? അല്പസമയത്തിനകം തന്നെ പി.സി. ജോർജുമായി ബന്ധപ്പെട്ട കേസ് ഈരാറ്റുപേട്ട കോടതി പരിഗണിക്കും. മനസ്സിലാക്കാൻ കഴിയുന്നത് പോലീസ് ഒരു ഫോർമൽ അറസ്റ്റ് ചെയ്യണം ഈ പി.സി. ജോർജിനെ എന്ന കാര്യം കോടതിയെ അറിയിക്കും എന്നതാണ്. കോടതി അതിൽ എന്ത് തീരുമാനമെടുക്കുമെന്നത് കാത്തിരുന്ന് കാണാം. എന്തായാലും സാധാരണഗതിയിൽ ഈരാറ്റുപേട്ട പോലീസ് സ്റ്റേഷനിൽ എത്തുമെന്നാണ് പി.സി. ജോർജ് പറഞ്ഞിരുന്നത്. ആദ്യം ഉച്ചയ്ക്ക് മുൻപ് എത്തുമെന്ന് പറഞ്ഞു, പിന്നീട് അത് 10 മണിയോടുകൂടി എത്തുമെന്ന് പറഞ്ഞു. പക്ഷേ കോടതിയിൽ കീഴടങ്ങിയാണ് ചെയ്തിട്ടുള്ളത്. പോലീസ് സ്റ്റേഷനിൽ എത്തുകയാണെങ്കിൽ അറസ്റ്റ് രേഖപ്പെടുത്തി പ്രാഥമിക ചോദ്യം ചെയ്യലിന് ശേഷം കോടതിയിൽ ഹാജരാക്കി റിമാൻഡിലേക്ക് പോവുക എന്നതാണ് നടപടിക്രമങ്ങൾ. പക്ഷേ ഇതിപ്പോൾ കോടതിക്ക് നേരത്തെ മുന്നിലേക്ക് വന്നതുകൊണ്ട് കോടതിയുടെ തീരുമാനമായിരിക്കും അന്തിമം. ഇതിൽ നേരത്തെ ഒരു പ്രകടനമായി ഇവിടേക്ക് എത്താമെന്ന തരത്തിലുള്ള ആലോചനകൾ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ അത് പോലീസ് അനുവദിച്ചില്ല. തുടർന്ന് അത്തരത്തിലൊരു സ്പേസ് ഇല്ല എന്ന് മനസ്സിലാക്കിയത് കൂടി കൊണ്ടാണ് അവിടെ കീഴടങ്ങിയതെന്ന് പറയുന്നു. പോലീസ് അറസ്റ്റ് നീക്കമൊക്കെ നടത്തുന്നുണ്ടായിരുന്നു എന്നാണ് പോലീസിന്റെ ഭാഷ്യം. പോലീസ് പറയുന്നത് നേരത്തെ ഈ നോട്ടീസ് കൈപ്പറ്റുകയോ അല്ലെങ്കിൽ മറുപടി ലഭിച്ചിരുന്നു, പക്ഷേ നോട്ടീസ് കൈപ്പറ്റി അത്തരമൊരു നീക്കം നടത്താത്തതുകൊണ്ട് പി.സിയെ അറസ്റ്റ് ചെയ്യാനുള്ള നീക്കങ്ങൾ നടത്തിയിരുന്നു എന്നതാണ്. ഫോൺ പക്ഷേ വീട്ടിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് ടവർ ലൊക്കേഷൻ കൃത്യമായിട്ട് തന്നെ കിട്ടിയിരുന്നില്ല. മാത്രമല്ല ഇവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പോലീസ് മനസ്സിലാക്കിയത്. മറ്റ് പുറത്തായിരുന്നു എന്നാണ് മനസ്സിലാക്കിയത്. തുടർന്ന് ഇവിടേക്ക് എത്തും എന്നും പോലീസ് പ്രതീക്ഷിച്ചു. അങ്ങനെ അറസ്റ്റ് നീക്കമൊക്കെ നടന്നിരുന്നു, പക്ഷേ അതുണ്ടായില്ല എന്നാണ് പറയുന്നത്. പക്ഷേ അത്തരമൊരു ആർജവത്തോടു കൂടി ഒരു നീക്കം ഉണ്ടായിരുന്നു എന്ന കാര്യവും സംശയം തന്നെയാണ് പോലീസിന്റെ ഈ ഭാഷ്യത്തിനപ്പുറം. എന്തായാലും ഇപ്പോൾ അല്പസമയത്തിനകം തന്നെ കേസ് പരിഗണിക്കും. കേസ് പരിഗണിക്കുന്ന ഘട്ടത്തിൽ പി.സി. ജോർജിനെ ഫോർമൽ അറസ്റ്റ് ചെയ്യണമെന്ന കാര്യം കോടതിയെ അറിയിക്കും. മാത്രമല്ല കസ്റ്റഡി ആവശ്യം ഉൾപ്പെടെയുള്ളത് പോലീസ് മുന്നോട്ട് വയ്ക്കാൻ സാധ്യതയുണ്ട്. കാരണം പി.സി. ജോർജ് ഈ മറ്റൊരു ചാനൽ ചർച്ചയിൽ പങ്കെടുത്തത് വീട്ടിലിരുന്നു കൊണ്ട് ഓൺലൈൻ വഴിയാണെന്നാണ് മനസ്സിലാക്കുന്നതെന്നാണ് പോലീസ് പറയുന്നത്. അതുകൊണ്ട് അത്തരം എക്യുപ്മെന്റ്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ കേസിന്റെ പൂർണ്ണതയിലേക്ക് വേണ്ടി ചെയ്യുകയും പരിശോധിക്കുകയും ഒക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് വിശദമായിട്ടുള്ളൊരു കസ്റ്റഡി ഇതിൽ ആവശ്യമാണെന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത്. 3 വകുപ്പുകളാണ് പി.സി. ജോർജിനെതിരെ ഈ കേസുമായി ബന്ധപ്പെട്ട് പ്രധാനമായും ചുമത്തിയിരിക്കുന്നത്. ഒന്ന്, ഭാരതീയ ന്യായ സംഹിതയിലെ സെക്ഷൻ 196 ഉപവകുപ്പ് 1A, അതായത് ഇത്തരത്തിൽ കലാപാഹ്വാനം നടത്തുക, 2 വിഭാഗങ്ങൾക്കിടയിൽ കലാപാഹ്വാനം നടത്തുക എന്നതാണ് അത് നിഷ്കർഷിക്കുന്നത്. ഇതോടൊപ്പം തന്നെ BNS-ലെ 299 എന്ന വകുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി തന്നെ ഉണ്ട്. അത് ഈ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിൽ സംസാരിക്കുക. കൂടാതെ കേരള പോലീസ് ആക്ടിലെ 120O എന്ന വകുപ്പ് കൂടി ഇതിൻ്റെ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് പബ്ലിക് ഓർഡറിന് വിരുദ്ധമായ രീതിയിൽ സംസാരിക്കുകയോ അല്ലെങ്കിൽ അത്തരത്തിൽ പ്രവർത്തിക്കുകയോ ചെയ്യുക. ഈ 3 വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എന്തായാലും പോലീസിനെ സംബന്ധിച്ചിടത്തോളവും അതോടൊപ്പം തന്നെ ഇപ്പോൾ ഈരാറ്റുപേട്ട കോടതിയെ സംബന്ധിച്ചിടത്തോളം മറ്റ് 2 കോടതികളുടെ നിലപാടുകൾ ഈ എല്ലാ നടപടിക്രമങ്ങളെയും സ്വാധീനിക്കുമെന്ന് തീർച്ചയായും. ഒന്ന്, കോട്ടയം സെഷൻസ് കോടതിയുടെ ഒരു തീരുമാനം, അതായത് പി.സി. ജോർജിന് മുൻകൂർ ജാമ്യം നൽകേണ്ടതില്ല എന്ന്. അതിനപ്പുറം ഹൈക്കോടതി തന്നെ ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നു. മാത്രമല്ല ഹൈക്കോടതി കേവലം ഒരു തീരുമാനമെടുക്കുകയല്ല ചെയ്തത്, ആ ഉത്തരവിൽ വളരെ വിശദമായി പി.സി. ജോർജ് മുൻപ് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങൾ ഉൾപ്പെടെയുള്ളവ എടുത്ത് കാട്ടിയിട്ടുണ്ട്. മാത്രമല്ല റിപ്പീറ്റഡ് ഒഫൻസ് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് അത്തരത്തിലുള്ള പരിഗണന നൽകേണ്ടതില്ല എന്നതായിരുന്നു കോടതിയുടെ തീരുമാനം. തനിക്കൊരു അബദ്ധം പറ്റിപ്പോയതാണ്, മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ താൻ മാപ്പ് ചോദിച്ചിട്ടുണ്ട് എന്നതടക്കമുള്ള വാദഗതികൾ മുന്നോട്ട് വെച്ചു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ പറഞ്ഞു പോയതാണെന്നാണ് പി.സി. ജോർജ് പറഞ്ഞത്. പക്ഷേ അതൊന്നും കേൾക്കാൻ കോടതി തയ്യാറായിരുന്നില്ല. ഒരു രാഷ്ട്രീയക്കാരൻ്റെ റോൾ മോഡലായിരിക്കണം, മറിച്ച് ഇത്തരത്തിൽ പ്രകോപനത്തിൽ വീഴുന്നത് രാഷ്ട്രീയക്കാരന് ചേർന്ന ഒരു നടപടിയല്ല എന്ന കാര്യമാണ് അന്ന് കോടതി വ്യക്തമാക്കിയത്. മാത്രമല്ല മറ്റ് കേസുകൾ, പ്രത്യേകിച്ചും എറണാകുളത്ത് വെണ്ണലയിൽ വിദ്വേഷ പ്രസംഗം നടത്തുകയുണ്ടായിരുന്നു. അതോടൊപ്പം തന്നെ തിരുവനന്തപുരത്ത് കേസുണ്ടായിരുന്നു. കോടതിക്ക് മുന്നിലാണ് ശ്യാം പ്രസാദ് ഉത്തമനുള്ളത്. ശ്യാം, നേരത്തെ തന്നെ ഈ കേസ് വിളിപ്പിച്ചിരുന്നു. ഇനി കോടതിയുടെ തുടർ നടപടികളാണ് അറിയേണ്ടത്. തൽസ്ഥിതി റിപ്പോർട്ട് പോലീസ് അവിടെ ഹാജരാക്കിയോ? അതായത് പി.സി. ജോർജ് ഇവിടെ എത്തിയ തൊട്ട് പിന്നാലെ തന്നെ ഈ പി.സി. ജോർജിന്റെ അഭിഭാഷകരെ സംബന്ധിച്ചുള്ള ഒരു ജാമ്യ അപേക്ഷ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ നീക്കുകയുണ്ടായത്. താൻ പ്രതിയായ ഒരു കേസുണ്ട്, അത് പരിഗണിക്കണം എന്നതായിരുന്നു കോടതി മുമ്പാകെ പി.സി. ജോർജിന്റെ അഭിഭാഷകൻ കോടതിയിൽ വ്യക്തമാക്കിയത്. തുടർന്ന് ആ കേസ് പരിഗണിക്കുകയും ഈ കേസ് എടുക്കുകയും അതേ തുടർന്ന് പോലീസിനോട് ഈ കേസ് എന്താണ്, ഇതിൽ ഇയാൾ പ്രതിയാണോ, അത് സംബന്ധിച്ചുള്ള വിശദമായ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് റിപ്പോർട്ട് കിട്ടിയ ശേഷം പരിഗണിക്കാമെന്നാണ് കോടതി പറഞ്ഞിരിക്കുന്നത്. നിലവിൽ പോലീസിന്റെ റിപ്പോർട്ട് ഇവിടേക്ക് എത്തേണ്ടതുണ്ട്. റിപ്പോർട്ട് എത്തിയാലുടൻ വീണ്ടും ആ കേസ് പരിഗണിക്കും.
ഇതിൽ പ്രധാനമായിട്ടും പോലീസ് ഈ റിപ്പോർട്ടിൽ ആവശ്യപ്പെടുക ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാം. അതല്ല എങ്കിൽ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ഇയാളെ അറസ്റ്റ് ചെയ്യേണ്ടതുണ്ട്. അത് റിമാൻഡ് ഉൾപ്പെടെയുള്ള ജാമ്യമില്ലാ വകുപ്പായതിനാൽ തന്നെ റിമാൻഡ് ഉൾപ്പെടെയുള്ള നടപടിക്രമങ്ങളിലേക്ക് പോകണം എന്ന് ആവശ്യപ്പെടാം. മറ്റൊന്ന് ഈ പറയുന്ന രീതിയിൽ ഈ കസ്റ്റഡി തന്നെയാണ്. പോലീസിനെ ഇത് കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് PC ജോർജിനെ കസ്റ്റഡിയിലെടുത്ത് ഇതിന്റെ തെളിവുകൾ ഉൾപ്പെടെ ശേഖരിക്കേണ്ടതുണ്ട് എന്നതാണ്. ഒരു ചാനലിന് നൽകിയ ചർച്ചയ്ക്കിടെയാണ് ഇത്തരത്തിൽ മതസ്പർദ്ധ വളർത്തുന്ന രീതിയിലുള്ള ഒരു സംസാരം PC ജോർജിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായത്. ഇത് സംബന്ധിച്ചുള്ള ഇദ്ദേഹം ഓൺലൈൻ, അതായത് ലാപ്ടോപ്പിലൂടെ ഇരുന്നാണ്, സൂം വഴിയാണ് ഇത്തരത്തിൽ ഈ ചർച്ചയിൽ പങ്കെടുത്തതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതടക്കം ഈ ലാപ്ടോപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പോലീസിനെ പരിശോധിക്കേണ്ടതുണ്ട്. ഈ ചാനലിൽ ഇത് സംബന്ധിച്ച് പോലീസ് അവിടെ എത്തുകയും ഇത് സംബന്ധിച്ചുള്ള ഈ അദ്ദേഹത്തിന്റെ പ്രസ്താവന രാഗിനുമാണ് വിവരങ്ങൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കോടതി നടപടികൾ പുരോഗമിക്കുകയാണ്. എന്ത് ചെയ്യും? റിമാൻഡ് ചെയ്യുമോ അതോ പോലീസ് കസ്റ്റഡിയിൽ വിടുമോ? ഈ കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത്. എന്നാലും ഒരു ഇളവ് നിയമ സംവിധാനത്തിൽ നിന്ന് PC ജോർജ് പ്രതീക്ഷിക്കേണ്ട എന്നുള്ളത് തന്നെയാണ്.